ഹായ് ഗൈസ്, സ്റ്റോറിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനുണ്ട്. സ്റ്റോറി ഡബ്ബിങ് മാത്രം കേൾക്കാതെ ഇതിൽ വന്ന ഓരോ വീഡിയോസും സോങ്സും ഇതിൻ്റെ സ്റ്റോറി ബേസ് തന്നെയാണ്. സോ അതെല്ലാം കംപ്ലീറ്റ്ലി കണ്ടാലേ സ്റ്റോറിയുടെ ഫീൽ കിട്ടുള്ളൂ. ഈ സ്റ്റോറിയുടെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ കട്ട്സും സോങ്സും ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളതും. അപ്പം എല്ലാം ഒരേപോലെ കണ്ടാലേ സ്റ്റോറിക്ക് ഫീൽ ഉണ്ടാവുള്ളൂ. மனசு பிந்தி செங்கி சின்னத்துல போட்டு வீட்டுல கொஞ்சம் உருகுது வயசு என்னோட மனசில் நீ வந்து பாரு எங்கேயும் இல்ல என்ன போராடு சொல்லடி ஹலோ எனக்கு வேற மல்லியே குண்டு மல்லியே லவ் யூ சொல்லடி பழசெல்லாம் பறந்து போயே போயாச்சே அந்த சிரிப்பை നിർത്തിട. ശങ്കർ, ഇന്ന് നമ്മുടെ അയൽവക്കത്ത് പുതിയ വാടകക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്ന് ഈ സ്ഥലമൊക്കെ പരിചയപ്പെടുത്തണ്ടേ? വേണം വേണം. അല്ലുവിനെയും നിമ്മീനെയും പിന്നെ വൈഷ്ണവിനെയും കൂട്ടിയിട്ട് പോക്കോ. അന്ന, നീക്ക് എന്താ പറയുന്നേ? ഞാനും പെങ്ങന്മാരും കൂടി പോവാനോ? എന്നെക്കൊണ്ട് വയ്യ. നിങ്ങൾ 4 പേരും കൂടി പോക്കോ. ഏട്ടത്തിനും കൂട്ടിക്കോ. പിന്നെ ഇവിടുത്തെ പറമ്പൊക്കെ പ്രത്യേകം അവർക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും അറിഞ്ഞില്ലെങ്കിൽ പെട്ടുപോകും. എന്താ ചേച്ചി, നമ്മുടെ അയൽവാസിയായിട്ട് കുറച്ച് പേര് പുതുതായി വന്നതല്ലേ, അപ്പൊ നമ്മളൊന്നവരെ പരിചയപ്പെടാൻ വേണ്ടേ? എന്തായാലും പരിചയപ്പെടണല്ലോ. അപ്പൊ ഒന്ന് പോയി ഹെൽപ്പ് ചെയ്യാം. അവള് വന്നില്ലേ അവള് തൂക്കി കൊണ്ടുപോകും അല്ലേടി? ഇപ്പടി നിർബന്ധിച്ച് ഞാൻ എങ്ങനെ വരാണ്ടിരിക്കണേ? സംസാരിച്ച് നിൽക്കാതെ ചെല്ലു. 4 ആനാ എങ്ക വീട്ടുകരയിൽ ഒരു പുതിയ പക്കത്തെ വീട്ടുകാരൻ. ഇടി മോളെ, സമ്മതിച്ചു. നിനക്ക് മലയാളം അറിയാലോ, പിന്നെ എന്തിനാ ഈ തമിഴ് സംസാരിക്കുന്നേ? ആ മലയാളം അങ്ങ് സംസാരിച്ചാൽ പോരെ? ഞങ്ങൾക്ക് കൂടുതലും മനസ്സിലാവാൻ മലയാളമാണ് കേട്ടോ. അല്ലോ, നമ്മുടെ അച്ഛൻ തമിഴനാ, നമ്മുടെ അമ്മ മലയാളിയോ. നിന്റെ പ്രസവത്തി അമ്മ നമ്മളെ വിട്ടു പോയി. നമ്മൾ 3 മക്കളെയും, ശങ്കരേട്ടനെയും എന്നെയും നിന്നെയും നമ്മുടെ അച്ഛൻ പൊന്നു പോലെ നോക്കിയത്. എത്ര കഷ്ടപ്പെട്ടാണ് നോക്കിയത്. ഇക്കണ്ട സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കിയതും ഭയങ്കര കഷ്ടപ്പെട്ട് തന്നെയാണ്. എന്നാൽ നമ്മൾ അത്രയും സ്നേഹിച്ച് നമ്മളെ അച്ഛനെ പെട്ടെന്നൊരു രാവിലെ നമ്മളെ വീട്ടുമുറ്റത്ത് ചത്ത് കിടക്കുന്നല്ലേ കണ്ടത്? ആരോ കൊന്നിട്ടതല്ലേ അത്? ആരാന്നറിയോ? ഇല്ല. എന്തിന്? അച്ഛനിക്ക് പകയുണ്ടോ? അച്ഛനോട് ദേഷ്യമുള്ള ആരെങ്കിലും ഈ സ്ഥലത്തുണ്ടോ, ഇവിടെ ഉണ്ടോ? എനിക്കറിയത്തില്ല. എൻ്റെ അച്ഛൻ എല്ലാവരോടും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ടിപ്പം എല്ലാവരും ഇങ്ങനെ? ഐ ഡോണ്ട് നോ. എടി, ഞാൻ അച്ഛൻ്റെ മോളാടി, അച്ഛൻ്റെ മോള്. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ. അച്ഛൻ്റെ പ്രസൻസ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാടി. ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത പായല്ലേ നിമ്മേച്ചി. എനിക്ക് മനസ്സിലാവും. സോറി. എനിക്കറിയാം ഈ കാലം അത്ര പപ്പയുടെ കൂടെ സ്പെൻഡ് ചെയ്തത് നിമ്മേച്ചി മാത്രമാണ്. എനിക്കിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്ന കോളേജായപ്പോലും പണ്ട് തൊട്ട് സ്കൂളായപ്പോലും എല്ലാം കുറച്ച് ദൂരമായിരുന്നു. അപ്പം തൊട്ട് എന്നെ പപ്പ ഹോസ്റ്റലിൽ ചേർത്തിരുന്നു. നേരിട്ട് കാണുന്നൊന്നില്ലെങ്കിലും ഫോണിൽ കൂടി അറിയുന്നുള്ളൂ. എങ്കിൽ പോലും എൻ്റെ ഉള്ളിലും എൻ്റെ മനസ്സിലും എല്ലാം പപ്പ മാത്രമേ ഉള്ളൂ. കാരണം മമ്മി പോയതിന് ശേഷം എന്നെ പൊന്നുപോലെ എൻ്റെ പപ്പ നോക്കിയത്. എൻ്റെ ഉള്ളിൽ നിറയെ എൻ്റെ പപ്പയേ ഉള്ളൂ. പിന്നെ എൻ്റെ ഏട്ടനും ചേച്ചിയും.
പിന്നെ ശങ്കരേട്ടൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ മിതുവട്ടത്തിനെ കല്യാണം കഴിച്ച് മിതുവട്ടത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പപ്പയ്ക്ക് വയ്യാത്തതുകൊണ്ട് പറമ്പിലെ ജോലിയൊക്കെ ശങ്കരേട്ടനാണ് നോക്കുന്നത്. രാത്രി മാത്രമേ ശങ്കരേട്ടന് പപ്പയുടെ കൂടെ സംസാരിക്കാൻ കുറച്ച് ടൈം പോലും കിട്ടുന്നുള്ളൂ. എന്നാൽ ഇത്രയും കാലം ഈ 24 hours പോലും എല്ലാ ദിവസവും പപ്പയുടെ അടുത്ത് തന്നെ മാറാതെ നിന്നിരുന്നത് നിമ്മീച്ചി മാത്രമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നു വെച്ച് പപ്പയോട് എനിക്ക് ഇഷ്ടമില്ലാന്നോ, അതായത് പപ്പയുടെ അടുത്ത് ഞാൻ കൂടുതൽ ടൈം ഇല്ലേ പോലും എനിക്ക് പപ്പ അല്ലാണ്ട് ആവുന്നില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നിമ്മേച്ചിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. ഞാനൊന്നും കണ്ടില്ല എന്നല്ല നിമ്മേച്ചി, എൻ്റെ പപ്പയെ ഇങ്ങനെ ആക്കിയ ആളെ ഞാനൊരു ദിവസം എന്തായാലും കണ്ടെത്തും. എൻ്റെ പപ്പയ്ക്ക് വന്ന അതേ ഗതി അയാൾക്കും വരുത്തും, അത് ഉറപ്പാ. അത് ഈ മോളുടെ വാക്കാ. കാരണം ജനിച്ചപ്പോൾ അമ്മയുടെ പകരം കണ്ടതാ അപ്പനെ ഞാൻ. എൻ്റെ പൊന്നു മക്കളല്ലേ, ഇപ്പം ആ കാര്യം ഒന്നും ആലോചിക്കാതെ നടക്ക്. ആ വരൂ, നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അല്ല, നിങ്ങളുടെയൊക്കെ സ്ഥലം എവിടെയായിരുന്നു? ഇച്ചായനും ഇച്ചായൻ്റെ അനിയനും കൊറിയയിലൊരു കമ്പനി നോക്കുന്നുണ്ട്. അവർ ബിസിനസ്മാൻ ആണ്. സോ അവിടെ നിന്നാണ് ഞാനും ഇച്ചായനും റിലേഷനിലായിട്ട് ഞങ്ങൾ പ്രേമിച്ച് കെട്ടിയത്. വിവാഹമൊക്കെ കഴിഞ്ഞിട്ടോ. ഇപ്പം എന്തോ അവരുടെ നാട്ടിലത്തെ കുറച്ച് ഇതാണ് ഇച്ചാൻ്റെ നാടെന്ന് പറഞ്ഞത്. അപ്പം നാട്ടിലത്തെ കുറച്ച് പേപ്പറും എഗ്രിമെൻറ്റ്സും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. സോ കൂടിപ്പോയ ഒരു 3 month ഇവിടെ കാണും. നമ്മുടെ വീടൊക്കെ ഓൾറെഡി നമ്മൾ കൊടുത്തു. നമുക്ക് ഇവിടെ പറയാനായിട്ട് വലിയ വീടോ കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല. നമ്മളിപ്പോൾ വാടകയ്ക്ക് ഇവിടെ വന്നു. അതായത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കൊറിയയിൽ വീടും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റിൽഡ് ആണ്. അപ്പം ഇവിടുന്ന് കുറച്ചും കൂടി എഗ്രിമെൻറ്റ്സ് ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തിരിച്ച് വന്ന ഒരു 3 മാസം, കൂടിപ്പോയാൽ 3 മാസം. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകും. അങ്ങനെയാണ്. കുട്ടിയുടെ പേരെന്താ? ഞാൻ ജെന്നി ജേക്കബാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ജേക്കബ് ക്രിസ്റ്റഫർ ആൻഡ് ഹസ്ബൻഡിൻ്റെ അനിയൻ മിലന്ദ് ക്രിസ്റ്റഫർ. എന്നിട്ട് അനിയനും ചേട്ടനൊന്നും കാണാനില്ലല്ലോ. ഏയ് ഞാനിവിടെ ഉണ്ട്. ഞാൻ ഒളിച്ചൊന്നൊന്നല്ല കേട്ടോ. എനിക്ക് അത്യാവശ്യമായിരുന്നു ടൗണിൽ വരെ പോകണം. ഒന്ന് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഇടാൻ പോയത്, അങ്ങനെ പറയാം. ഇച്ചാ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ. ഇവിടുത്തെ സ്ഥലമൊന്നും അത്ര പരിചയം കാണില്ലല്ലോ മോനെ. എന്നാൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ മോനെ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി. ശരിയാ, കുഞ്ഞുനാളിൽ കണ്ടതല്ലേ. സത്യം പറഞ്ഞ സ്ഥലമൊന്നും ഓർമ്മയില്ല. അവിടെ പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒട്ടും ഓർക്കാൻ നേരമില്ല. പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഒന്നെനിക്ക് ഇവിടെയൊക്കെ പരിചയപ്പെടുത്തുന്നത് കൊള്ളായിരുന്നു ചേച്ചി. മോളെ അല്ലോ, ഇവനെ ഒന്ന് എല്ലാ സ്ഥലവും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഏട്ടത്തി. അല്ലു എന്നാണോ പേര്? അല്ല, അത് ഇവരങ്ങനെ വിളിക്കുന്നതാ. ഞാൻ അലേഖ. അല്ലോന്ന് ഇവരൊക്കെ വിളിക്കും. ഓ അങ്ങനെ. ആയിക്കോട്ടെ. അങ്ങനെ ഇതും കൂടിയേ നിങ്ങളിനി കാണാനുള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷെ ഇവിടെ നിന്നാൽ ഭയങ്കര പോസിറ്റീവ് വൈബാണ് എനിക്ക്. ഞാനെന്നും വരാറുണ്ട്. പിന്നെ ചേട്ടൻ്റെ കുറച്ച് കൃഷിപ്പറമ്പും കൂടിയുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന. ഇപ്പം നേരം കുറേയായി. എനിക്കാണെങ്കിലും അടുത്തു. നമുക്കിനി നാളെ പരിചയപ്പെടാം ബാക്കി സ്ഥലമൊക്കെ. പിന്നെ തൻ്റെ പേര് എന്താ പറഞ്ഞ? മിലന്ദ് ക്രിസ്റ്റഫറോ? ക്രിസ്റ്റഫർ ഒന്നല്ല, മിലന്ദ് ക്രിസ്റ്റഫർ. പിന്നെ ഏട്ട പണ്ട് തൊട്ട് മിലു എന്നാണ് വിളിക്കാറ്. അത് കണ്ട് ഏട്ടത്തി മിലു എന്ന് വിളിക്കും. പിന്നെ എല്ലാവരും മിലിന്ദ് എന്ന് വിളിക്കും. നിന്നെപ്പോലെ എനിക്ക് നല്ല പേരൊന്നും ഇല്ല, അലേഖ. അതിന് ചേർന്നൊരു നിക്നെയിം അല്ലു. അപ്പനിട്ട പേരാ? അപ്പനോ? ക്രിസ്ത്യനാണോ? അപ്പോൾ ഹി ഫ്രം തമിഴ്നാടു, അതുകൊണ്ട് അപ്പാന്ന് വിളിക്കുന്നു. സംതിങ് ഫിഷി. എന്താ പറ്റി പെട്ടെന്ന്? അത് അപ്പ കൂടെയില്ല, ആള് മരിച്ചു. അമ്മയും കൂടെയില്ല. ചേട്ടനും ചേട്ടത്തിയും പിന്നെ ചേച്ചി, അങ്ങനെ കുറച്ച് പേര്. എന്നാലും ഫാമിലിയിൽ ആൾക്കാരുണ്ട്. അമ്മ, ഞാൻ ഇളയ കുട്ടിയാട്ടോ. സോ എൻ്റെ പ്രസവത്തിൽ അമ്മ പോയി. അച്ഛൻ ഈ അടുത്ത് മരിച്ചു. എങ്ങനെ എന്തൊന്നും ചോദിക്കരുത്. താൻ വിഷമിക്കാതെ. ഞാൻ ആ ഒരു ഫ്ലോയിൽ ചുമ്മാ ചോദിച്ചു പോയതാ. ഇതൊക്കെ വിധിയാടോ. ഇതിനൊക്കെ മറികടന്ന് ജീവിക്കണ്ടേ. എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഡെസ്റ്റിനി ഒന്നും ആർക്കും ഉണ്ടാകത്തില്ല. എല്ലാവർക്കും കുറച്ച് കയ്പ് കൂടിയതുണ്ടാവും. അതൊക്കെ മറികടന്ന് ഓരോരോ പടി കയറിയാൽ മാത്രമേ ജീവിതമായിട്ട് നമുക്ക് മുദ്ര കൂട്ടാൻ പറ്റുള്ളൂ. അപ്പം അതേപ്പറ്റി ഒന്ന് ആലോചിക്കണം. ഇപ്പം നിൻ്റെ ഇപ്പോൾ നടക്കുന്ന കാര്യത്തെപ്പറ്റി ശ്രദ്ധിച്ച് ഹാപ്പി ആയിട്ട് പോകാൻ നോക്കും.
ആൻഡ് തുടക്കത്തിൽ അതായിരിക്കും പറഞ്ഞത് ഇവിടെ നിന്നാൽ കുറച്ച് പോസിറ്റീവ് വൈബാണെന്ന്. ഐ തിങ്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. പിന്നെ തൻ്റെ പേരൻസ് കണ്ടില്ലല്ലോ, ആകെ 3 പേരല്ലേ വന്നുള്ളൂ. എല്ലാവരുടെ ലൈഫിലും ഏതെങ്കിലും ഒരു ട്രാജഡി നടന്നിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഞാൻ ഏട്ടൻ ഏട്ടത്തി, സ്മോൾ ഫാം. എന്നാൽ ഞാൻ പോട്ടെ, സന്ധ്യയായില്ലേ, നാളെ കാണാം. ഓ ആയിക്കോട്ടെ. ഫ്രണ്ട്സ്, ഓ ഗുഡ് ഫ്രണ്ട്സ്. നീ എല്ലാ സ്ഥലവും കാണിച്ചൊക്കെ കൊടുത്തു? അത്യാവശ്യം കടകളും പിന്നെ പാല് കിട്ടുന്ന വീടും എന്താ പറയുക, അത്യാവശ്യം എല്ലാം ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷെ നമ്മുടെ ചേട്ടൻ്റെ പറമ്പ് മാത്രം പരിചയപ്പെടുത്തിയില്ല. അവിടെ എത്തിയപ്പോഴും എൻ്റെ കല്ലിന് വെണ്ണിവീക്കം വന്ന അവസ്ഥയായിപ്പോയി. അത്രക്കും നടന്നു. ആ ചെറുക്കൻ എങ്ങനെയാണോ നടന്നത്. പിന്നെ എനിക്ക് എന്താ പറയുക, മടുത്തു. ഞാൻ പറഞ്ഞു നാളെ കാണിച്ചു തരാമെന്ന്. ഒന്നാമത് നേരൊരുട്ടി, ഒരു ചെറുക്കൻ്റെ കൂടെ എന്നെ കണ്ട ആൾക്കാർ പരദൂഷണം പറയും. അല്ല, എന്താ ഇത്ര ചിരി, ഇതുവരെ കാണാത്ത ചിരി? അങ്ങനൊന്നുമില്ല. ഞാൻ നിന്റെ ഏട്ടത്തിയാണ്. കുറച്ച് കാലമായി ഏട്ടത്തിയായിട്ട് കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ മുഖം കണ്ടാലേ എനിക്ക് മനസ്സിലാകും. സത്യം പറടി, നിനക്ക് അവനോട് പ്രേമമില്ലേ? ആർക്കാരോട് പ്രേമം? ഓ അബിയേട്ടാ, ഒന്നും പറയണ്ട. നിങ്ങളുടെ പെങ്ങളില്ലേ, അവൾക്ക് അയൽവാസിയായിട്ട് എന്തോ ഉണ്ട്. അബിയേട്ടാ, അങ്ങനൊന്നുമില്ല. ഈ ഇടത്ത് ചുമ്മാ ഓരോന്ന് പറയാണ്. എനിക്ക് പ്രേമിക്കാൻ പറ്റുമോ? പോരാത്തതിനും അവൻ ക്രിസ്ത്യനും അല്ലേ, അപ്പം എനിക്ക് പറ്റത്തില്ല. അല്ല, ക്രിസ്ത്യനാണെന്ന് വെച്ചാൽ എന്താ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ജാതിയും അതൊന്നും നമ്മൾ നോക്കില്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ. അതൊന്നും നമ്മുടെ അവിടെ ഇല്ല. അല്ല, മോൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓ, ഏട്ടനും കൊള്ളാം, ഏട്ടത്തിയും കൊള്ളാം. നിങ്ങൾ നിങ്ങളുടെ റൂമിൽ പോയിട്ട് വല്ല റൊമാൻസ് അടിക്കാൻ നോക്ക്. ഇന്ന് കണ്ട ആളോട് എനിക്ക് എങ്ങനെയാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്? ചെല്ലുപോ, എൻ്റെ അടുത്ത് നിൽക്കണ്ട. അത് പറഞ്ഞപ്പോഴാ വൈഷ്ണ, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. ഒന്ന് വാ. നീ എന്തെങ്കിലും ഒന്ന് അങ്ങേരുടെ വായിലിട്ടെടുക്കാൻ കാത്തിരിക്കണം കുരുപ്പേ. അവസരം കിട്ടിയില്ലേ, ഇനി കുരുപ്പേ ഒന്നും വിളിച്ച കാര്യമില്ല. എൻജോയ് ഏട്ടത്തി. ശങ്കരേട്ടാ, എനിക്ക് കാര്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നിമ്മിയും അല്ലും 2 പേർക്കും കല്യാണപ്രായം കഴിഞ്ഞു. നിമ്മിക്ക് 27 വയസ്സുണ്ട്, അല്ലും 26 വയസ്സുണ്ട്. അവരുടെ കല്യാണപ്രായം കഴിഞ്ഞു. ഇനി നമുക്ക് അവരെ ഒരു നല്ല പയ്യന്മാരുടെ അടുത്ത് കൈപിടിച്ചേൽപ്പിക്കണ്ടേ? അതായത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറ്റുന്നത്? അതുപോരായിട്ട് അവർക്കിപ്പം ഞാൻ ഏട്ടത്തി മാത്രമല്ല, അവരുടെ സ്വന്തം അമ്മ പോലെ തന്നെയാണ്. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യണ്ടേ? ഇങ്ങനെ നമ്മൾ സ്ട്രിക്റ്റ് കൊടുക്കാണ്ട് നിന്നാൽ മക്കൾ അതങ്ങ് വിട്ടുപോകും. മക്കൾ അതിനോടൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത പോലെ ഇപ്പം നിൽക്കുന്നത്. ഞാൻ ഇന്നലെ അതേപ്പറ്റി തന്നെയായിട്ട് ആലോചിച്ചേ. മക്കൾക്ക് കല്യാണപ്രായം കഴിഞ്ഞു, ഇനി അവർ കെട്ടിക്കാതെ പറ്റില്ല. നിമിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അവൾ ഇതുവരെയായിട്ടും അച്ഛൻ്റെ കാര്യം ആക്സെപ്റ്റ് പോലും ചെയ്തില്ല. അല്ലുവിനെ പിന്നെയും ഇതിൽ ഓക്കെ ആക്കാന്ന് എനിക്ക് തോന്നുന്നേ. ഇന്ന് അത്തായം കഴിക്കുമ്പോൾ നമുക്ക് അവരോട് ഒന്നത് സൂചിപ്പിക്കാം. നിമി, അല്ലു, ഏട്ടന് നിങ്ങളോട് കാര്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങളുടെ കല്യാണം നിങ്ങൾ പിന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് വയസ്സ് 25 കഴിഞ്ഞു. ഇനി ഒന്നും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. നാളെ ഞാൻ കുറച്ച് പയ്യന്മാരുടെ ഡീറ്റെയിൽസ് കൊണ്ടുവരും. 2 പേരും കൂടി ഇഷ്ടമുള്ളൊരു പയ്യനെ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയ്യനെ മാത്രമേ ഞങ്ങൾ കൈപിടിച്ച് ഏൽപ്പിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമില്ല. ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് പറയണം. പിന്നെ ഒരു ചേട്ടൻ എന്ന സ്ഥാനത്ത് എൻ്റെ ആഗ്രഹമാണ് നിങ്ങൾ 2 പേരുടെയും കൈ ഒരു നല്ല പയ്യനെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ പ്രേമവും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം. അല്ലാണ്ട് നാളെ കുറച്ച് പേരുടെ ഡീറ്റെയിൽസ് കൊണ്ടുവരും. ഇനി ഞങ്ങൾ പിന്നെ എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ ചെക്കന്മാരെ കൊണ്ടുവരാം, ഞങ്ങൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യും. പക്ഷെ നല്ല പയ്യന്മാരായിരിക്കണം. കൂടുതലും ലവ് മാരേജ് ആയിരുന്നു നല്ലത്. പക്ഷേ ഈ കാലയളവിൽ എനിക്കും ചേച്ചിക്കും ഈ പ്രേമമെന്ന് പറയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. കാതലൊന്നും നമുക്ക് പിടിക്കില്ല. അതെ, നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം. എനിക്കൊന്ന് കൊറിയ വരെ പോകണം. പിന്നെ ടിക്കറ്റൊക്കെ എൻ്റെ കൊറിയയിലൊരു ഫ്രണ്ടുണ്ട്, അവൾ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ഇതിനെന്തിനാണെന്ന് എന്നോട് ഇപ്പം ചോദിക്കണ്ട. ഇത് കഴിഞ്ഞ് വന്നാൽ ഞാൻ പറയാം ഇതെന്തിനാണെന്ന്. ആൻഡ് അത് കഴിഞ്ഞ ഉടനെ മാരേജിന് ഞാൻ സമ്മതിക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്കൊന്ന് കൊറിയ പോകുന്ന കാര്യത്തെ പറ്റി ഒന്ന് മിലുന്നുണ്ടല്ലോ, നമ്മുടെ അയൽവാസി, അവനോടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. നോ, ഇതെന്തിനപ്പം നീ കൊറിയ പോകുന്നേ? വേണ്ടടി, ഒന്നും പറയണ്ട, പോയിട്ട് ഞാൻ വരും. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വാശി പിടിക്കുന്നത്. ഇതെൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും ഒന്ന് സഹകരിക്കണം, ഉറപ്പായിട്ട് സഹകരിക്കണം.
സഹകരിച്ചേ പറ്റൂ. എനിക്ക് എന്തായാലും പോയിട്ട് അത്യാവശ്യമുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ വരും. അങ്ങനെ ഒരു വർഷങ്ങളോളം നടക്കുമെന്ന് പോകുന്നില്ല. ജസ്റ്റ് കുറച്ച് മന്ത്സ്, അതായത് കൂടിപ്പോയാൽ ഒരു 2 മാസം അത്രേ വേണ്ടു. നീ പോയിട്ട് ആ മിലുതിനോടൊന്ന് സംസാരിക്കുക, എന്നിട്ട് കൊറിയനെ പറ്റി ചോദിക്കുക. നല്ലപോലെ സേഫാണെങ്കിൽ മാത്രം പോയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്, അതുകൊണ്ട് സീനൊന്നുമില്ല. മോളെ അല്ലു, ഞാൻ പോയിട്ട് ജെന്നിയോട് പോയിട്ടൊന്ന് സംസാരിക്കണോ? ഇതൊക്കെ എനിക്ക് സിമ്പിളാണ്. ഞാൻ പോയിട്ട് തന്നെ വരും. പിന്നെ ഹെൽപ്പ് കൂടെ ചെയ്യാൻ എൻ്റെ കൂടെ ഒരുത്തി ഉണ്ടല്ലോ, അവൾ മതി. അവളും പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ മിലുതിനോട് ചോദിക്കില്ലേ. ഞങ്ങളിപ്പോൾ നല്ല ഫ്രണ്ട്സാണ്, അവരെന്നെ ഹെൽപ്പ് ചെയ്യും. ഞാനൊന്നേ അവിടെ പോയിട്ട് അവനെ കണ്ടു വെച്ചിട്ടും വരാം. ജെനിച്ചി, മിലുന്നുണ്ടോ? ഒന്ന് കാണണമായിരുന്നു. അവൻ മുകളിൽ ഉണ്ടാവും മോളെ. ആ ചേച്ചി. മിലുന്തേട്ടാ. നീയോ? ഇതെന്താ ഇപ്പോൾ? എനിക്കൊന്ന് കൊറിയർ പോകണമായിരുന്നു കേട്ടോ, കുറച്ച് അർജൻറ്റാണ്. എനിക്കാണെങ്കിൽ ആ സ്ഥലമൊന്നും അറിയത്തില്ല. ചേട്ടന്മാർക്കൊക്കെ പേടിയാണ്. സോ ചേട്ടന്മാരൊന്ന് സമാധാനിപ്പിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അവിടെ ഭയങ്കര സേഫാണ്, അതാണിതാണെന്നൊക്കെ പറഞ്ഞാൽ മാത്രം മതി. പിന്നെ എന്തെങ്കിലും കാര്യം അവിടെ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ അതൊന്നും എനിക്ക് പറഞ്ഞു തരണം. എനിക്ക് അവിടുത്തെ A to Z കാര്യം തീരെ അറിയത്തില്ല, അതുകൊണ്ട് ഒരു ഹെൽപ്പിന് വേണം. അല്ല, നീ ഫസ്റ്റ് ടൈം പോകണല്ലേ? സോ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വേണമെങ്കിൽ നിൻ്റെ അടുത്ത് വരാം. എനിക്കൊന്ന് അവിടെ പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ചേട്ടനില്ലേ, എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് നിൻ്റെ കൂടെ വരാം. അങ്ങനെയാണെങ്കിൽ മിലുന്തേട്ട വന്നോ, പിന്നെ ചേട്ടന്മാരോടൊന്ന് പറഞ്ഞേക്ക്, അതപ്പോൾ അവർ ഓക്കെ ആവും. അല്ല, ഇപ്പം കൊറിയ പോയിട്ട് ഇപ്പം എന്തിനാ? അല്ല, കൊറിയയിലും ഇതുപോലെ തന്നെ അണിഞ്ഞു ഒരുങ്ങി നടക്കാനാണോ ഉദ്ദേശിക്കുന്നത്? പോയിട്ട് കുറച്ച് പണിയുണ്ട്. പിന്നെ അവിടെ എനിക്ക് ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. അവൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെ വസ്ത്രധാരണം, ഇതൊക്കെ ധാരാളം, എനിക്കിതൊക്കെ മതി. എപ്പോഴാണ് പോകുന്നത്? നാളെ തന്നെയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഒന്ന് ഒരാളെ വിളിച്ച് സംസാരിക്കണമായിരുന്നു. പിന്നെ നാളെ നിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ വേണമെങ്കിൽ ചേട്ടന്മാരൊക്കെ സംസാരിക്കാം, ഞാൻ കൂടെ വരുന്നുണ്ട്. സോ സേഫ് ആയിരിക്കും. ഓക്കെ, പിന്നെ എപ്പോഴാണ് പോകണ്ടേ? നാളെ തന്നെ പോവാം. എന്നാൽ ഞാൻ പോവാണേ. അവളുടെ കൂടെ ഞാൻ പോവാം. ഞാൻ നല്ലപോലെ എന്താ പറയുക, സേഫാക്കി തന്നെ വെച്ചോളാം. പിന്നെ എനിക്ക് അവിടെ കുറച്ച് സെക്യൂരിറ്റീസും ഉണ്ട്. സോ ഇവൾ സേഫ് ആയിരിക്കും. പിന്നെ ഞാനിനി ഇവളെന്തോന്നെങ്കിലും ചെയ്യുമോയെന്ന് പേടിയുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ പാവമാണ്. ഒറ്റയ്ക്ക് പോകുന്നതിനേയും കാട്ടി നല്ലത് മോൻ്റെ കൂടെ വരുന്നത്. കുറച്ച് സേഫാണെന്ന് തോന്നുന്നുണ്ട്. മോനെ ഒന്ന് എൻ്റെ കൂടെ ഒന്ന് വരൂ. വരാം. മോനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടോ? അതിനോടൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. മോനറിയാലോ, ഞങ്ങൾ ജാതി മതമൊന്നും നോക്കാറില്ല. എനിക്ക് നല്ലൊരു സേഫായിട്ടുള്ള ഹാൻഡിൽ തന്നെ, അതായത് നല്ല സുരക്ഷിതമായിട്ടുള്ള കയ്യിൽ തന്നെ എൻ്റെ 2 പെങ്ങന്മാരെയും അയക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് സ്വന്തം മക്കളെ പോലെ തന്നെയാണ്. നിമ്മിനെ മോനെ ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. നിമ്മിനെ മോനിക്ക് ഞാൻ ആലോചിക്കട്ടെ. മോന് സമ്മതമാണോ? ആൻറ്റി, കല്യാണം എന്നൊക്കെ പറയുന്നത് എനിക്ക് അതിനോടൊരു താല്പര്യമില്ലായിരുന്നു. പിന്നെ ജാതി മതം അത് ഞാനും ഞങ്ങളെ കുടുംബക്കാരായാലും അങ്ങനെ നോക്കാറൊന്നുമില്ല. പിന്നെ നിമ്മി, എനിക്കവളെ തീരെ അറിയില്ല. എനിക്ക് തോന്നുന്നില്ല എനിക്ക് നിമ്മീൻ്റെ കൂടെ എനിക്കറിയില്ല അവളെ. പക്ഷേ എന്തോ ഈ വീട്ടിലെ പെൺകുട്ടികൾ നല്ല എന്താ പറയുക, എൻ്റെ ഒരു മൈൻഡ് സെറ്റ്, എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് അറിയുമോ, നല്ല അച്ചടക്കമുള്ള പെൺകുട്ടികൾ, അങ്ങനെയുള്ള ഒരാളെ വേണമെന്ന്. ഈ വീട്ടിലെ പെൺകുട്ടികൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ നിമ്മി ഞാൻ ഒരിക്കലും ചെയ്യില്ല. നിമ്മീൻ്റെ പകരം അലയുകയാണെങ്കിൽ ഞാൻ ഒരുപക്ഷെ സമ്മതിച്ചേനെ. കാരണം അവളും ഞാനും നല്ല പരിചയമുണ്ടല്ലോ. അവളായപ്പോലും ഞാനെപ്പോലും നല്ല ഫ്രണ്ട്സുമാണ്.
അവളാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ എല്ലാത്തിനും കണ്ണും പൂട്ടിയും ഒക്കെ പറഞ്ഞേനെ. നിന്നെ എനിക്ക് അറിയില്ല, അതാ. അലേഖ ഒരു പാവാണ്. അവളെങ്കിൽ കുഴപ്പമില്ല. 2 മക്കൾക്കും കല്യാണപ്രായം കഴിഞ്ഞിരിക്കുകയാണ്. അലേഖയെങ്കിൽ അലേഖ. ഞാൻ ഹാപ്പിയാണ്. എന്താ പറയുക, നല്ലൊരു എൻ്റെയും എൻ്റെ ഏട്ടൻ്റെയും ആഗ്രഹമാണ് നല്ലൊരു കൈകളിൽ തന്നെ ഞങ്ങളുടെ മക്കളെ ഏൽപ്പിക്കണമെന്ന്. അതിൽ ഒരാൾ നീയാ. നിന്നെ കണ്ടപ്പോഴേ തോന്നിയതാ, പിന്നെ സംസാരത്തിലായപ്പോലും നല്ല രീതിയിൽ. അപ്പോൾ അലേഖ നിനക്കുള്ളതാണെങ്കിൽ നിനക്ക് തന്നെ കിട്ടും. അറിയില്ല എന്താ ഇനി ഉണ്ടാവാൻ പോണെന്നൊന്നും. പക്ഷേ അവളുടെ കൂടെ പോകുമ്പോൾ അവളൊന്ന് നല്ലപോലെ ഒന്ന് കെയർ ചെയ്യണം. അതായത് അവൾക്ക് പരിചയമുള്ള സ്ഥലമൊക്കെ അല്ലേ, അതുപോലെ തന്നെ എല്ലാം കൊണ്ടും ഒന്ന് കെയർ ചെയ്യണം അവളെ. അവളെ ഞാൻ നോക്കിക്കോളാം. അല്ല, നീ വല്ല ഫ്ലാറ്റിൽ റൂം എടുത്ത് നിൽക്കുകയാണോ? അല്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാമല്ലോ എൻ്റെ വീട്ടിൽ. ഏയ്, എൻ്റെ കൂടെ ഒരാളുണ്ടടി, മിലിന്ദ് ക്രിസ്റ്റഫർ എന്നാ പേര്. അപ്പം ഞങ്ങളുടെ അയൽവാസിയായിരുന്നു. ആൾക്ക് കുറേ വരാണ്ട്. പിന്നെ ആളുടെ വീട്ടിലിപ്പം എനിക്ക് നിൽക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പം ആളുടെ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. പിന്നെ നമുക്ക് ആ കില്ലറെ കണ്ടെത്താൻ പറ്റുമോ? എടി, ഈ കില്ലറിനൊക്കെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. എന്നാൽ പോലും എൻ്റെ ഏട്ടൻ ആരാ മോന്, അവൻ കണ്ടുപിടിച്ചു. അവന് നൊടി നിമിഷം മതി. കാരണം ഉണ്ടല്ലോ, നിൻ്റെ അപ്പം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അപ്പനാ. അങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ ബോണ്ടും, അതുപോലെ നിൻ്റെ അപ്പനായിട്ടുള്ള എൻ്റെ ചേട്ടൻ്റെ ബോണ്ടും. അതുകൊണ്ട് തന്നെ അവൻ അതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിച്ചു. പക്ഷേ ഇവിടെ ഒരു സങ്കടപ്പെടുത്തുന്ന ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫോണിൽ ആ ഫോട്ടോ ഉള്ളത്. എനിക്ക് ആളെ ഓർമ്മയൊന്നുമില്ല, പക്ഷെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ്. അപ്പോൾ ഫോൺ നന്നാക്കാൻ കൊടുത്തേക്കുവാണ്. അതൊന്ന് റെഡിയായി കിട്ടുമ്പോൾ പിക്ക് നമുക്ക് തിരിച്ചു കിട്ടും. അതായത് ഫോൺ കിട്ടുമ്പോൾ പിക്ക് നമുക്ക് കാണാൻ പറ്റും എന്നാ ഉദ്ദേശിച്ചത്. അങ്ങനെ നമുക്ക് അയാളെ കണ്ടെത്താൻ പറ്റും. ഉറപ്പായിട്ട് നമുക്ക് അയാളെ പിടിച്ച് എന്താണെന്ന് നിൻ്റെ പപ്പയോട് അയാൾ ചെയ്തത് അത് നമുക്ക് തിരിച്ചയാളോട് ചെയ്യാം. അതിന് നമ്മൾ ഇത് ഇത്ര വലിയ സെറ്റിയാണോ അതാണ് ഇതാണെന്നൊന്ന് നോക്കട്ടെ. എങ്ങനെയെങ്കിലും ചെയ്യണം. ഇനി പ്രേമിച്ച് വശീകരിച്ചാണെങ്കിലും അത് ചെയ്തിരിക്കണം. എൻ്റെ അപ്പനെ ഇല്ലാതാക്കിയാളെ, വീട്ടിലെ വിളക്ക് കിടത്തിപ്പോയാളെ ഞാനില്ലാതാക്കും. അതെൻ്റെ വാശിയാണ്. വീട്ടുകാരുടെ വിചാരം എനിക്ക് അപ്പനെ ഇഷ്ടമല്ല. അതായത് അപ്പൻ്റെ കൂടെ കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്ത പോലുമില്ല. അവരുടെ വിചാരം അതൊക്കെ ഞാൻ മറന്നു, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നപ്പൻ എന്നെ വിട്ട് പോയോ, അപ്പം തൊട്ടുള്ള വകയാ തീർത്തിരിക്കും. ഇത് ഞാൻ തീർത്തിരിക്കും. അലേഖ, എത്ര നേരം നിന്നെ നോക്കുന്നു? നീ വാ, പോവാ. ആയിട്ടാ വരുന്നു. ഇയാളെ ഞാൻ എവിടെയോ കണ്ടു പരിചയമുള്ള പോലെ. ഓ, ചിലപ്പം ആ കമ്പനിയുടെ CEO ആയതുകൊണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ മാരേജ് കഴിഞ്ഞാലും നമ്മളിവിടെ നിൽക്കുക. മാരേജ് കഴിഞ്ഞാലോ? അതെന്താ? അല്ല, നിന്നോട് നിൻ്റെ വീട്ടുകാർ നിൻ്റെ കല്യാണത്തെ പറ്റി മൊഴിഞ്ഞായിരുന്നു. അവർ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നേരെ എൻ്റെ കല്യാണമാണ്. നിന്റെ കല്യാണം ആലോചിക്കുന്നുണ്ട്. പയ്യൻ ഞാനാണെന്ന് മാത്രം. പയ്യനോ? ഇതപ്പോൾ നിങ്ങളെൻ്റെ പയ്യൻ? എന്നോട് അങ്ങനെയാണ് പറയണ്ടേ നിങ്ങളാണെന്ന്? എന്നോടാരും പറഞ്ഞില്ലേ? നിന്റെ ചേട്ടത്തി എന്നോടൊരു ആഗ്രഹം പറഞ്ഞു, ഞാനത് സാധിച്ചു കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് വന്ന് ഞാൻ പ്രപ്പോസ് ചെയ്യാനിരിക്കുമായിരുന്നു. കാരണം എനിക്ക് നിൻ്റെ ക്യാരക്ടർ ഇഷ്ടമാണ്. പരിചയപ്പെട്ട അന്ന് തൊട്ട് ഞാൻ ചിന്തിച്ചത് നിന്നെപ്പറ്റി മാത്രമാണ്. ഇത്രയും വർഷം, ഇത്രയും കാലമായിട്ട് എനിക്കിതുവരെ പ്രണയമോ കല്യാണത്തെ പറ്റിയോ ഒരു ചിന്തയില്ലായിരുന്നു. കാരണം എൻ്റെ ടേസ്റ്റിനൊത്ത പെണ്ണ് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ ഞാൻ കണ്ടു. എൻ്റെ സങ്കല്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുമില്ലടാ, അത് ഭർത്താവിൻ്റെ വീട് സ്വന്തം വീടായി കാണണം. ഭർത്താവിൻ്റെ അമ്മ സ്വന്തം അമ്മ, ഭർത്താവിൻ്റെ ചേച്ചി സ്വന്തം ചേച്ചി, അങ്ങനെയുള്ളൊരു പെൺകുട്ടിയായിരിക്കണം. നിന്നിൽ ഞാൻ ആ ക്വാളിറ്റി കണ്ടു. നീ കുടുംബത്തെ നല്ല വാല്യൂ കൊടുത്ത് സ്നേഹിക്കുന്നുണ്ട്. അതായത് കുടുംബം കഴിഞ്ഞ് മറ്റെന്തുള്ളൂ. അതെന്തായപ്പോലും നിന്നിൽ എനിക്കൊരു എന്താ പറയുക, നിന്നിൽ എനിക്ക് അങ്ങനെ ഫീൽ ആയത്. ലൈക്ക് നീ ഇപ്പോൾ എൻ്റെ പെണ്ണായി വന്നിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ എൻ്റെ കുടുംബത്തെ നീ സ്നേഹിക്കുമെന്ന്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആരായിരുന്നു പേടിച്ചോല്ലേ? അതാ. പിന്നെ ഒന്നുമില്ല. ഞാൻ ഓക്കെയാണ്, നീ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. ഓക്കെ സ്ഥിതിക്ക് ഞാനൊന്ന് ആ തക്കാളി പോലത്തെ ചുണ്ടുകളിൽ ഒന്ന് ചുംബിച്ചോട്ടെ. ഓ, ഒരു നാണമില്ലാത്ത മനുഷ്യൻ. ഇനി എനിക്കെന്തിനാ നാണം? ഇവിടെ ഇങ്ങനെ നിന്നോ, ഞാൻ പോവാ. அந்த மழைய கூட சேர்த்துக்க போறேன். இதெல்லாம்
புரிஞ்சுக்க போறேன் நீதான்னு ஊருக்கெல்லாம் தெரிவிக்க போறேன் அன்பே அன்பே நீதானே எந்த நண்பே நீதானே அன்பே என்றாலே நீ எல்லாத்துக்கும் மேலே நீதானே அன்பே அன்பே நீதானே எந்த நண்பே நீதானே முன்பே வந்தாய் அன்பே நீதானே. ഈ ഏട്ടൻ എവിടെ പോയി? അല്ല, ലിസന്റെ കോളൊന്നും കണ്ടില്ലല്ലോ. അവൾക്ക് ഫോൺ കിട്ടിയില്ലേ ഇനി? ഓ ഷിറ്റ്, അവളുടെ കൂടെയുള്ളതൊരു മൂർഖം പാമ്പാണല്ലോ. Every time I look into her eyes, I get butterflies. I'm so glad she's with me and not other guys. I like to see another try, but she's my wife. Yeah, yeah, I'm living the high life. Muttu kalsirikum nilattu, tikkum ninai bike vidaikum. എത്ര നേരം കൊണ്ട് വിളിച്ച് രാത്രിയായി. പൊന്മകൾ വന്താൾ പൊരുൾ കോടി തന്താൾ പൂമേടை வாசல் பொங்கும் தேனாக കൺമലർ കൊഞ്ചും കനിവോട് എന്നെ ആളാക്കിനാളത്തിലേ. ഈ 3 ദിവസം ഞാൻ ഫോൺ നോക്കാതിരുന്നത് അറിയാനുണ്ട്. ലിസയുടെ ഇത്രയും മിസ് കോള്. ഇവൻ എനിക്കൊരു റെസ്റ്റ് തന്നില്ലല്ലോ അതിന്. അല്ല, അവളുടെ ഫോൺ തിരിച്ച് കിട്ടിയോണ്ടല്ലോ അവളെ വിളിച്ചേ. ഓ, അപ്പോൾ ഒന്ന് പോയി കാണണമല്ലോ. ഇനിയിപ്പോൾ അയാളുടെ ഫോട്ടോ അതിലുണ്ടോ? കൊല്ലുമ്പോൾ ഞാൻ ഇവനും കൂടി ഒരുമിച്ച് കൊല്ലും അയാളെ. അല്ല പിന്നെ. അല്ലു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഞാനിവിടെ തന്നെ ഉണ്ട്. പോകാൻ നേരത്താ എനിക്ക് കോൾ ചെയ്താൽ മതി. ഞാൻ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നോളാം. ആ ലിസ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? സുഖാണ്. എന്നാൽ ഞാൻ പോവാം. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. നീ എന്തറിഞ്ഞിട്ടാ ഈ ചെറ്റ നിന്റെ കൂടെ കൂട്ടിയെ? എടി, ഫോണ് കിട്ടിയപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അങ്ങ് നെട്ടിപ്പോയിടി. നിന്റെ അപ്പനെ കൊന്നത് വേറെ ആരുമില്ല. ഇന്ന് നിന്റെ കൂടെ നടക്കുന്നുണ്ടല്ലോ, വിവാഹം കഴിക്കാൻ പോകുന്ന നിന്റെ ഫിയാൻസി ആയിട്ട്. അങ്ങേരെ തന്നെയാടി. കുടുംബമൊക്കെ എന്തറിഞ്ഞിട്ടാ നിന്നെ അവൻ്റെ തലയിൽ ഏൽപ്പിക്കുന്നേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിവിടെ വന്നിട്ട് ഒരാഴ്ച അങ്ങാണ്ടും ആയിട്ടേ ഉള്ളൂ. എന്തൊക്കെ നിങ്ങളുടെ ഇടയിൽ നടന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തൊക്കെയാണെങ്കിലും നിന്റെ അപ്പനെ കൊന്നത് വേറെ ആരുമില്ല, നിന്റെ കൂടെയുള്ള ഇവൻ തന്നെയാണ്. എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. അവനെ പറയാൻ നിൽക്കണ്ട. അവനാണെന്ന് എന്ത്? അവനല്ലടി, അവനൊരിക്കലും ആവില്ല. അവനോട് ഞാൻ എൻ്റെ കാര്യമൊക്കെ പറഞ്ഞ അങ്ങനെ അവൻ ചിന്തിക്കണം അവനൊരാളെ കൊന്നുണ്ടെന്ന്. അങ്ങനൊന്നുമില്ല, അവനാവില്ലടി. നീ വിഷമിക്കരുത്, ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇവൻ നീ കുറെ അടുത്തെന്ന് എനിക്കറിയാം, പക്ഷേ നിന്റെ അപ്പനെ കൊന്നത് ഇവനാടി. ഇതവനല്ല, എനിക്കുറപ്പാ. അവനിങ്ങനെയല്ലടി. നിനക്കെന്താ മനസ്സിലാവാത്ത? കണ്ടിട്ട് തിരിഞ്ഞില്ലേ? അതവനല്ല, അവനിങ്ങനെയല്ലടി. എനിക്കറിയാം അവനെ. അതുകൊണ്ട് ഞാൻ പറയാ, ഇതവനല്ല. ഒരുപാട് നാട്ടിൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്, പക്ഷെ എനിക്കവനെ നല്ലപോലെ അറിയാം. ഈ ഫോട്ടോ ഇതിൽ കാണിക്കുന്ന അവനല്ല. എന്നാ കേട്ടോ, ഇതാണ് നിന്റെ അച്ഛനെ കൊന്ന ആള്. എനിക്കിത് നിന്നോട് പറയാനുള്ളൂ. നീ എന്നോട് തുടക്കത്തിൽ എന്താ പറഞ്ഞേ? നിന്റെ അച്ഛനെ കൊന്ന ആളെ കിട്ടിയാൽ നീ കൊല്ലുമെന്ന്. ഇപ്പൊ മനസ്സിലായോ? കൊല്ലടി. നിനക്ക് നിന്റെ അച്ഛനെ ഇഷ്ടമല്ല. എല്ലാവരും പറയുന്നത് വെറുതെ അല്ല. നിനക്ക് നിന്റെ അച്ഛനെ ഇഷ്ടമല്ല. അയാളുടെ കൂടെ അത്ര ജീവിച്ചിട്ട് നിന്നിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ചു കാലം ജീവിച്ച് ഇവന് ആണോ നിനക്ക് വേണ്ടത്? പൊന്നുപോലെ നോക്കി അച്ഛനല്ലാതെ ഒഴിക്കും. അച്ഛനെ കൊന്ന ആളുടെ കൂടെ തന്നെ സുഖത്തിൽ ജീവിക്കുക. നിനക്ക് നല്ല രീതിയിൽ സമാധാനം കിട്ടും.
ഇത് ഞാനാ പറയുന്നത്. എൻ്റെ ചേട്ടൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവനെ തപ്പി കണ്ടുപിടിച്ചു. ഇവന്റെ ഫോട്ടോ ഇട്ട് അവിടെ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? അത് നിനക്കൊരാൾക്ക് വേണ്ടി. ശരി, എന്തിലാവട്ടെ, എന്ത് പറയാനാ? നിനക്ക് നിന്റെ അച്ഛനെ കാട്ടി വലുത് ഇന്നലെ കണ്ടവനല്ലേ? അവന്റെ കൂടെ പൊക്കോ, ഒരു കൊലയാളിയുടെ കൂടെ. അതും വെറും കൊലയാളിയല്ല, സ്വന്തം അച്ഛനെ കൊന്ന കൊലയാളി. പോയിക്കോ, നീ ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കും. സമാധാനം ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട കേട്ടോ. അല്ലോ, ഇതെന്താ ഇങ്ങനെ? നീ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാറില്ലല്ലോ. പിന്നെന്താ നിൻ്റെ മുഖത്തൊരു സങ്കടം പോലെ? അല്ല, എന്തോ ഒറ്റയ്ക്ക് വന്നേ? സ്ഥലമൊക്കെ എങ്ങനെ മനസ്സിലായി? മിലിന്ദ, പറ, നീയും ജേക്കബും മാത്രമേ ഉള്ളൂ? അതോ നിനക്ക് വേറെ അനിയന്മാരോ അതോ ട്വിൻസോ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാതെ ഇരിക്കലടാ, പറടാ. പറ്റുന്നില്ല, എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറ, സത്യം മാത്രം പറ. നിനക്ക് നിന്നെ പോലെ വേറെ ആരും ഇല്ലേ? നീ കള്ളം പറയില്ല എന്നോട്. എനിക്ക് നീ അല്ലാതെ പറ്റില്ല. പക്ഷെ എനിക്ക് ഉറപ്പാ നീ അല്ല. നീ അങ്ങനെ ചെയ്യില്ല. പ്ലീസ്. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല അലയുക. പക്ഷേ സത്യം മറച്ചു വെക്കാനാവില്ലല്ലോ. നിൻ്റെ അപ്പനെ കൊന്നത് ഞാനാ. വേണമെങ്കിൽ നിനക്ക് ഇപ്പം എന്നെ കൊല്ലാം. ഞാൻ ഒരിക്കലും ഒന്നും പറയില്ല. എന്നെ കൊന്നു. അതിനുള്ള അവകാശം നിനക്കുണ്ട്. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നിൻ്റെ ഉള്ളിൽ, നിൻ്റെ മനസ്സിൽ, നിൻ്റെ ഉള്ളിൽ എന്താണോ എന്നെ പറ്റി തോന്നുന്നത് അത് നീ ചെയ്യും. മനസ്സ് പറയുന്നത് ചെയ്യുക. ഇപ്പം എനിക്കത് പറയാനെന്ന് വൃത്തിയുള്ളൂ. കൂടെ നിന്ന് ചതിക്കാറില്ലേ? ഞാൻ പോവാ. എന്നെ തേടി വരരുത്. എന്നെ തേടി വന്നേ പോവരുത്. ഇവിടെ നമ്മൾ തമ്മിലുള്ള ചാപ്റ്റർ ഇറ്റ്സ് എൻഡ്. ഇനി നീ എന്നെ തേടി വരരുത്. കൊല്ലുന്നില്ല ഞാൻ. എന്തോ ചുരുങ്ങിയ നാളുകൊണ്ട് വല്ലാതെ നീ എന്നെ ആകർഷിപ്പിച്ചു. ഉള്ളിൽ കയറിപ്പറ്റി പ്രണയിച്ചു. ഇനി നിന്നെ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ലടാ. കൊല്ലുന്നില്ല. ഞാൻ തോറ്റു. എൻ്റെ അപ്പനെ കൊന്ന ആളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നു. തോറ്റു. എല്ലാവരുടെ മുമ്പും തോറ്റു. എല്ലാവരും പറഞ്ഞ ശരിയാ. എനിക്കിപ്പോൾ തന്നെ എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുക. ഞാൻ അപ്പനെ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ തോന്നുക. ശരിയായിരിക്കും. എന്നാ ഇനി എന്നെ തേടി വരണ്ട. എൻ്റെ കൺമുമ്പിൽ നിന്നെ ഞാൻ കണ്ടുപോകരുത്. ഞാൻ സീരിയസ് ആയിട്ട് പറയാടാ. താങ്ക് യു. എൻ്റെ ലൈഫിൽ വന്നതിന് താങ്ക് യു. എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തന്നതിന് ഒരുപാട് താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. തെറ്റ് ചെയ്തത് ഈ ഞാൻ തന്നെയാ. സ്വന്തം അനിയൻ്റെ പേര് മറക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പേരിട്ടു. എൻ്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കി. എന്നെ നീ ഇത്രത്തോളം സ്നേഹിച്ചുകൊണ്ട് എന്നെ നീ ഒന്നും ചെയ്തില്ല. നുള്ളിപ്പോലും നീ നോവിച്ചില്ല. എന്താ ഞാൻ നിനക്ക് തരാം? സത്യം പറയണമെന്നൊക്കെയുണ്ട്, പക്ഷെ പറ്റുന്നില്ലടി. എൻ്റെ അനിയൻ അവനൊരു പാവ. എൻ്റെ കൂടെ പിറന്ന എൻ്റെ രക്തം. അവനിങ്ങനെയൊന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ തന്നെ ഞാനും അവനായപ്പോലും ഈ ലോകത്ത്
ദൈവം സൃഷ്ടിച്ച ഒരു ജീവജാലത്തെയും ഉപദ്രവിക്കാൻ മുതിരാത്തവരാ. ഞങ്ങളുടെ തലയിൽ എങ്ങനെ ഇതൊക്കെ വന്നേ? ആരെതൊക്കെ പറഞ്ഞേ? എല്ലാം പോട്ടെ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ചിന്തിക്കാമല്ലോ, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ ജീവനെടുക്കാൻ എന്ത് അവകാശമാണ് ഉള്ളത് ഈ ലോകത്ത്? ആ മനുഷ്യനെ സൃഷ്ടിച്ചൊരു ശക്തിയുണ്ട്, അതിനെ പറ്റൂ. അല്ലാതെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ്റെ ജീവനെടുക്കാൻ ഈ ലോകത്ത് അവകാശമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ പോകുന്നത്. അവനായപ്പോലും അവന് എന്താ കത്തിയെന്ന് പോലും അറിയില്ല. അവൻ എങ്ങനെ ഒരാളെ കൊല്ലുന്നേ? ഞാനിത് ആരോട്? അവൾക്ക് വന്നത് വലിയ നഷ്ടമാണ്, എനിക്ക് വരാൻ പോകുന്നത്. നിനക്ക് ഇവിടുത്തെ സ്ഥലം അറിയില്ല, പിന്നെ നീ എങ്ങോട്ട് പോയി? സ്വപ്നം മിഴിമൂടുമീ നേരം, ഇരുൾ വീശുമീ നേരം, മായുമോ മാറുമോ കനൽ കാർമേഘം, വാനം ചായും തീരം താരാട്ടും, മൂളും താരം കാതോർക്കും. രാപ്പളുങ്കിൻ തുള്ളി വീണ പായൽ പുഴയിലേ, ചാഞ്ഞുലഞ്ഞ ചന്ദ്രബിംബം താനേ പൊലിഞ്ഞോ, നാം തുഴഞ്ഞ നീർക്കൊതുമ്പിൻ ഓമൽപ്പടിയിൽ, നീ പറഞ്ഞ കഥകൾ പാടേ മറന്നോ, വിളി കേൾക്കുമെങ്കിൽ ഇനി ഏതു ദ്വീപിൻ കോണിൽ ഒരുപോലെ നമ്മൾ ചേർന്ന് പാടും. വാനം ചായും തീരം. ഇനി നമുക്ക് ശങ്കരേട്ടനെ നോക്കണ്ടേ. ശങ്കരേട്ടനും പിന്നെ അബിയും. അബി വലിയ സീനൊന്നുമില്ല, അബിയെ നോക്കണം. പിന്നെ ആ പെണ്ണുങ്ങളെ അങ്ങ് വലിച്ചെറിഞ്ഞ് കളഞ്ഞാൽ പോരെ. പിന്നീട് അവിടെ വരുന്ന ആ കുടുംബത്തിൽ വരുന്ന ഒരേ ഒരു ആൺതരി എൻ്റെ ചേട്ടനായിരിക്കും. പിന്നീട് അവരുടെ കൃഷിപ്പറമ്പും എന്താ പറയുക, സ്ഥലവും വീടും എല്ലാം നമുക്ക് സ്വന്തം, നമ്മുടേത് മാത്രം. ഇനി അതിന് തടസ്സമായിട്ട് ആ പെണ്ണുങ്ങളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ അങ്ങ് നോക്കാം. എന്നിട്ട് പതിയെ പേര് വേറൊരാളുടെ തലയിൽ കൊടുക്കാം. അതായിരിക്കും നല്ലത്. അങ്ങനെ തന്നെ വേണം. എനിക്ക് ഈ ലോകത്ത് ഇഷ്ടമില്ലാത്ത ഒരേ ഒരാളേ ഉള്ളൂ, അത് വേറെ ആരുമല്ല, അയാലേക്ക. ഓ, എന്ത് ചാടേ അവൾക്ക്. ഇവിടെ വന്നപ്പോൾ അവൾ ഡ്രസ്സിങ് സ്റ്റൈലും മാറി. ഞാൻ കണ്ടായിരുന്നു ആ പയ്യൻ്റെ കൂടെ. അവൻ്റെ തലയിൽ അത് കെട്ടി വെക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറെ ഒന്നും തന്നെ. നിനക്കറിയാലോ, അവനിക്ക് ഒരു അനിയനുണ്ട്, ഒരു എന്താ പറയുക, ബുദ്ധിയില്ലാത്ത പിരിയിളകിയ പോലത്തെ ഒരു അനിയൻ. അതാകുമ്പോൾ പിന്നെ രണ്ടാളും ഒരേപോലെ ആണല്ലോ. ഇവന് വേണമെങ്കിൽ കാല് മാറി അനിയൻ്റെ പേരിടാം. അനിയൻ പിരിയിളകിയതുകൊണ്ട് പോലീസുകാർ അവനെ അങ്ങ് ഒഴിവാക്കും. അപ്പം പിന്നെ സീനൊന്നുമില്ല, വലുതായിട്ട് ആരെ പേരിലും ഇതൊന്നും വരത്തില്ല. നമ്മളിത് ചെയ്യുന്നു, പോകുന്നു, അവൻ്റെ അനിയൻ്റെ പേരിൽ അത് ഇട്ട് കൊടുക്കുന്നു. അവൻ്റെ അനിയനും കുറച്ച് ബുദ്ധി തകരാറുള്ളത് കൊണ്ട് തന്നെ പോലീസുകാർ അവനെ വിടുന്നു. ബുദ്ധിയില്ലാത്തങ്ങളെ പോലീസുകാർ പിടിച്ചു നോക്കൊന്നുമില്ല ജയിലിൽ. മാസ്റ്റർ ബ്രെയിൻ ആണല്ലോ. ഇടി ഇതിനൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ട്. എന്താണെന്നറിയോ, ഇവർ രണ്ടുപേരും നല്ലോണം പ്രേമിച്ചിട്ടുണ്ട്, നല്ല പോലെ. അപ്പോൾ പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അല്ലുവിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് അവൾക്ക് അച്ഛനെയും വേണം ഇവനെയും വേണം. എന്നാൽ അച്ഛൻ്റെ കൊന്ന ഒരാൾ ഇവനാന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റില്ല. എന്നാൽ പോലും അത്രയും സ്നേഹിച്ചതുകൊണ്ട് തന്നെ
ചിലപ്പോൾ അവൾക്ക് ഈ ലോകത്തിൽ നിൽക്കാനൊരു ഒരു ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ പെണ്ണ് എങ്ങനെ സൂയിസൈഡ് ചെയ്യും? എനിക്കങ്ങനെ തോന്നുന്നത്. അവളെങ്ങാനോ സൂയിസൈഡ് ചെയ്തിട്ട് പോകുന്ന പോലെയുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഒരു പണി അങ്ങ് കുറഞ്ഞു കിട്ടിയല്ലോ. അതുപോലെ ബാക്കിയുള്ള അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൃഷിപ്പറമ്പും സ്വത്തും എല്ലാം അവര് തമ്മിൽ നമുക്ക് അത്രയും വരുമ്പോൾ അത്ര ആത്മാർത്ഥമായിട്ട് പ്രേമിച്ചുകൊണ്ടാണ് ഞാൻ അവനാണെന്ന് പറഞ്ഞപ്പോൾ ഇവള് വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും സ്വയം ജീവൻ അവളെടുക്കും. അവള് പോയി കഴിഞ്ഞാൽ പിന്നെ അവനും അങ്ങ് സ്വയം ചാവും. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അനിയനുണ്ടാവും. അതിനെ നമുക്കങ്ങ് നമ്മുടെ അടുത്ത് വെക്കണം. അതാവുമ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലയിൽ അങ്ങോട്ട് കൊടുത്താൽ നമ്മുടെ കാര്യം കഴിഞ്ഞില്ലേ. അവനെത്തിയിൽ വെച്ച പൊട്ടിലെ എൻ നെഞ്ചാങ്കുഴിയെ ഒട്ടിലെ അവനെത്തിയിൽ വെച്ച പൊട്ടിലെ എൻ നെഞ്ചാങ്കുഴിയെ ഒട്ടിലെ പാർവയിൽ നൽകുക പൽപൊടിയാച്ചേ മഴ കൊടുപ്പാളോ ഇടി ഇടിപ്പാളോ മായമായി പോവാടോ എല്ലാമാണ് എനിക്കിത് ചെയ്യാൻ. പറഞ്ഞല്ലേ എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. പറയാനുള്ളതൊന്ന് കേൾക്കൂ നീ. പോലെയല്ല, ഇവന് കുറച്ച് പ്രശ്നമുണ്ട്. ചിന്തിക്കാനുള്ള കഴിവ് പോലുമില്ല. ഒരു കത്തി കണ്ടാൽ തിരിച്ചറിയാനുള്ള ബുദ്ധി പോലുമില്ല. ആകെ അറിയും എന്നെ മാത്രം. അതുപോലെ ഞാൻ കൊടുക്കുന്ന ഭക്ഷണം അത് തിന്നാനുള്ളതാ അല്ലെങ്കിൽ ഈ കാണുന്ന വായിലിട്ട് ഇറക്കാനുള്ളതാന്ന് മാത്രമേ അതിനറിയുള്ളൂ. അല്ലാതെ ചിന്തിക്കാനുള്ള വിവരമൊന്നും അതിനില്ല. നീ അങ്ങനെയൊക്കെ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എന്നോട് തോന്നി എനിക്ക് ടിന്നുണ്ട്, അവൻ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുന്നു. എന്നാലും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എൻ്റെ ഇങ്ങനെ ചിന്തിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത എന്നെ ഞാൻ എങ്ങനെയാ ഒരാളെ കൊല്ലുന്നതെന്ന് എനിക്കിതുവരെയായിട്ടും അത് ആക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റുന്നില്ലടി. എടി, ഇതെൻ്റെ രക്താടി. എനിക്കിവനെ നല്ലപോലെ അറിയാം. എൻ്റെ കൂടെ പിറന്നതാ. പിന്നെ ആരൊക്കെയോ ചെയ്ത കുറ്റം ഇവൻ്റെ തലയിൽ വെച്ചതാന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്ക് ഉണ്ടടി. കാരണം ഇവ പൊട്ടനാകുമ്പോൾ അവൻ്റെ തലയിൽ അങ്ങോട്ട് പോയാൽ മതിയല്ലോ. ആ പൊട്ടനകത്തൊന്നും തിരിയില്ല. അവൻ്റെ തലയിൽ ആ കുറ്റോടിട്ട് അങ്ങ് പോവാം. അങ്ങനെ പറഞ്ഞ് ആരൊക്കെയോ ചേർന്ന് എൻ്റെ അനിയനെ ഇതിൽ ബലിയാടാക്കിയതാ. ഞാനാന്ന് പറഞ്ഞത് ഇനി എൻ്റെ അനിയനെ ഈ ഒരു ഗോഡൗണിൽ
ആരും അറിയാതെ ഞാനിവിടെ ഇവനെ വെച്ചേ. കാരണം എന്താണെന്നറിയൂ, ഇവന് എന്നെ മാത്രമേ അറിയൂ. എനിക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ പോലും പറ്റുന്നില്ല ഇവനെ. അതിൻ്റെതായ കാരണമുണ്ട്. ഇവന് വണ്ടികളുടെ ശബ്ദം പേടിയാ. അതുപോലെ കൂടുതൽ ആൾക്കാരെ കാണുമ്പോൾ പേടിയാ. ഏതെങ്കിലും മൂലയ്ക്ക് പോയിരിക്കും. എൻ്റെ ചോരയാടി, ഞാൻ എങ്ങനെ കളയുന്നേ? അതുകൊണ്ട് തന്നെ ആരും കാണാതെ എൻ്റെ കൂടുതൽ അടുത്തവർ മാത്രം അറിയുള്ളൂ ഇവൻ ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ടെന്ന്. അവരാ ഇവൻ ഇത്രയും കാലം നോക്കിയത്. ഇപ്പം എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് കേട്ടോ, അവന് ഞാൻ ഫുഡ് വാരി കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയെന്ന്. പൊട്ടനായതുകൊണ്ട് ആൾക്കാർ കുറ്റം എൻ്റെ അനിയൻ്റെ തലയിൽ എഴുതി. അവനൊരു അവനൊരു അവൻ ഇതിൻ്റെ ഒരു രീതിയിലും ഇമ്പാക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് എൻ്റെ തലയിട്ടത്. എന്നിട്ടും നീ സാരമില്ല, നീ നല്ല ആരാലും ഇതേ ചെയ്യുള്ളൂ. ആരും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഏതവനാണോ ഇത് ചെയ്തത് അവനെ കണ്ടുപിടിക്കടി. അല്ലാതെ പാവങ്ങളെ കയറി. ശരി, എല്ലാം പോട്ടെ, എല്ലാം വിട്. ഇനി ഞാൻ ഒരിക്കലും ഒന്നും പറയുന്നില്ല. ഇതോടെ എനിക്ക് മതിയായി. ഇനി നിനക്ക് തീരുമാനിക്കാം ഇത് വിശ്വസിക്കണോ വേണ്ടിയോ എന്ന്. നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഐ നെവർ ഡിസ്റ്റർബ് യു. ഞാൻ നിന്നെ ഒരിക്കലും ഇനി ഡിസ്റ്റർബ് ചെയ്യില്ല. അതുപോലെ തന്നെ നിന്നെ വേണേൽ വീട്ടിൽ കൊണ്ടിടാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടിടാം. ഞാനവിടെ നിൽക്കുന്നില്ല, നീ നിന്നോ. എന്തായാലും നിനക്ക് വേണമെങ്കിൽ ഇപ്പം എന്നെ ഇട്ടിട്ട് പോവാം. ഞാൻ ഒരിക്കലും പിടിച്ചു വയ്ക്കില്ല. സത്യം പറയണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞു. മിലിന്ദ്, സോറി ചേച്ചി, തീരില്ലെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാൻ ഇതിനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അത്രക്കും ഇല്ലാണ്ടാവുന്നത് പോലെ എനിക്ക് തോന്നുക. എനിക്ക് തീരെ പറ്റാത്തത് പോലെ എനിക്ക് തോന്നുക. എടാ, എനിക്കൊരു ഹഗ് തരുമോ? ഇറ്റ്സ് ഓക്കെ. നിന്നോട് ഞാനല്ലാതെ പിന്നെ വേറെ ആരെ ക്ഷമിക്കണ്ടേ? ക്ഷമിക്കാവൊന്നുമില്ല. ആരായാലും ഇങ്ങനെ തന്നെ പ്രതികരിക്കൂ. പിന്നല്ലു, ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് നാട്ടിലോട്ട് പോവാം. ഇവിടെ നടന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ ചേട്ടന്മാരോടോ ചേച്ചിമാരോടോ ഒന്നും പറയണ്ട. അതിനിയും ഓർക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു കേട്ടോ. മിലിന്ദേട്ടാ, നമുക്ക് രണ്ടുപേർക്കും മാത്രമല്ല, ഇവനെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ പോയാൽ മതി. നമുക്ക് നാട്ടിലൊരു നല്ല ചികിത്സ ഇവനിക്ക് കൊടുക്കാം. സത്യത്തിൽ ഇവിടെയാണ് ചികിത്സേൻ്റെ കാര്യത്തിലൊക്കെ ബെറ്റർ. ബട്ട് നാട്ടിൽ പോയിട്ട് മതി. ഇവിടെ എങ്ങനെയാണ് എന്താണെന്നോ നമുക്കറിയില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ നിന്നാണല്ലോ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് നാട്ടിൽ പോയിട്ട് നമുക്ക് നല്ലൊരു ചികിത്സ കൊടുത്ത് സാവധാനം ഇവനെ ഓക്കെ ആക്കി എടുക്കാം. സ്വന്തം അനിയനെ പോലെ ഞാൻ നോക്കിക്കോളാം, ഉറപ്പായിട്ടും. ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല, മനസ്സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. ആൻഡ് ഐ പ്രോമിസ് യു, ഐ നെവർ ലീവ് യു. എനിക്ക് ഇതോടെ മനസ്സിലായി. കുറച്ച് നാളാലെ പോലും നിങ്ങളങ്ങ് ആഴത്തിൽ പതിഞ്ഞു എൻ്റെ ഹൃദയത്തിൽ, ആഴത്തിൽ. ഒരിക്കലും ഇനി ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. എന്നും എൻ്റേത് മാത്രമായി എൻ്റെ ഹൃദയത്തിൽ മാത്രം ചേർന്ന് കിടന്നാൽ മതി. എൻ്റെ മിലിന്ദ് ഇച്ചായൻ. മിലിന്ദ് ഇച്ചായനോ? എൻ്റെ കെട്ടുവനെ ഞാൻ വീണ്ടും വിളിക്കും. ചിലപ്പം ഇച്ചായനെ വിളിക്കും, ചിലപ്പോൾ ഏട്ടാന്ന് വിളിക്കും, ചിലപ്പോൾ ഹബ്ബിന്ന് വിളിക്കും. എന്തും ഞാൻ വിളിക്കും.
ഇതാ ഞാൻ കുറച്ച് പാല് കലക്കി വെച്ചിട്ടുണ്ട്. ഇതും കൊണ്ട് അവൻ്റെ റൂമിലോട്ട് വെക്കാം. ഇതൊക്കെ വേണോ? ഇതൊക്കെ പഴഞ്ചനല്ലേ. ആര് പറഞ്ഞു? ഏയ് പഴഞ്ചനൊന്നുമല്ല. ഈ പാലും കൊണ്ട് പോയാൽ മതി. എന്നാലേ എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് കിട്ടുള്ളൂ. ഓ ആയിക്കോട്ടെ. കൊണ്ടുവന്ന പാല് വല്ല പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുക്കാം. അവരവരുടെ ഫസ്റ്റ് ആഘോഷിക്കട്ടെ. അല്ല പിന്നെ അതെ അതെ, നമ്മൾ മാത്രം ആഘോഷിച്ചിട്ട് കാര്യമില്ലല്ലോ. പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ആഘോഷിക്കണമല്ലോ. എന്നാണല്ലോ കുറേ ജൂനിയർ പട്ടിമാരും ജൂനിയർ പൂച്ചമാരെല്ലാം നമ്മുടെ മുറ്റത്ത് നിന്നിങ്ങനെ എന്താ പറയുക ഫുട്ബോൾ തട്ടി കളിക്കുക. നമുക്കെന്നാ വീട്ടിൽ കുഞ്ഞിക്കാലിന് പകരം പട്ടിക്കാല് കാണാമല്ലോ അല്ലേ? ഒന്ന് പോടി പൊണ്ടാട്ടി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. വാ നമുക്ക് നമ്മുടെ ഇല്ല ഞാനില്ല. ഓ ഞാൻ ഒറ്റയ്ക്ക് ഒന്നും നടക്കത്തൊന്നുമില്ല. എന്ത് ക്യൂട്ടാ എൻ്റെ ഹബ്ബി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോ. പക്ഷെ എനിക്ക് വയ്യ. എന്നാ പിന്നെ പിന്നെ